ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ചെറിയൊരു ഡ്രോയിങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് സ്കൂളിൽ എനിക്ക് ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്തൊരു ഡ്രോയിങ് ആണ് കാണിക്കുന്നത്. ഈ 4 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഉള്ളൊരു ഡ്രോയിങ്. സ്കൈ ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ബ്ലൂ. ഇത് മാത്രം യൂസ് ചെയ്ത് നമുക്കൊരു സിമ്പിൾ ഡ്രോയിങ് ചെയ്യാം. വേണേൽ നിങ്ങൾക്ക് ആ യെല്ലോയും ഓറഞ്ചും യൂസ് ചെയ്യാമായിരുന്നു. അതിൽ ഈ മരത്തിലുള്ള ചില്ലകൾക്ക് ഈ സൂര്യൻ്റെ അടിക്കുന്ന പോലെ കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാനത് കൊടുത്തില്ല, കാരണം കുളമാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബ്ലൂ, സ്കൈ ബ്ലൂ, വൈറ്റ് എന്നിതൊക്കെ ഇട്ടിട്ട് ഞാനത് സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു നൈറ്റ് നേച്ചറാണ് എൻ്റെ ടോപ്പിക്ക് എന്നത്, നേച്ചറാണ്. അപ്പോൾ ഞാൻ നൈറ്റ് നേച്ചർ രാവിലത്തേക്കാണ് കുറച്ച് കഷ്ടവും ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നൈറ്റിലത്തെ നേച്ചർ അത് കുറേ കണ്ടു വരാത്തതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പീഡ് ഇട്ടിട്ടും പെട്ടെന്ന് എനിക്കങ്ങോട്ട് തീർക്കാൻ പറ്റിയില്ല ഗൈസ്. 3 minutes വീഡിയോ ആണ്. കാരണം ഇത് ഞാൻ സ്കൂളിൽ നിന്ന് 1 hour വെച്ച് ചെയ്യണതാണ്. അങ്ങനെ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം ഞാൻ ഏതൊക്കെയാണ് കട്ട് ചെയ്തിരുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ അടിഭാഗം ജസ്റ്റ് ബ്ലാക്ക് വെച്ച് കൊടുക്കുവാണ്. മുകളിലൊക്കെ അതിൽ നൈറ്റിഷ് ഒരു ബ്ലൂയിഷ് കളർ കൊടുത്തിട്ടുണ്ട്, ഒരു ഡാർക്കിഷ് ഒരുമാതിരി നിങ്ങളിപ്പോൾ ഈ ക്യാമറ കാണുന്ന കളറല്ല, ഈ ചെറുതായിട്ടും കൂടി ഡാർക്കാണ്. പിന്നെ നമ്മളത് ഇതിലേക്കിടയൊക്കെ കൊടുത്ത് സൈഡിലൊക്കെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, അത് പിന്നെ കൊള്ളാവാതിരിക്കാൻ വേണ്ടി. പിന്നെ അത് ഇങ്ങനെ എല്ലായിടത്തും അടിച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ അത് ഇങ്ങനെ മല പോലെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പിന്നെ നിങ്ങളെ നടുക്ക് കാണുന്നത് ഇതാണ് കേട്ടോ, ലൈറ്റിൻ്റെ വെട്ടാണ്, അല്ലാതെ ഫില്ല് ചെയ്യാനുള്ളതല്ല. അങ്ങനെ ഞാനതൊക്കെ അങ്ങനെ അടിച്ച് പിന്നെ അവിടെ വെള്ളത്തിൽ മുക്കണയാണ് എൻ്റെ കൈ ഇങ്ങനെ ആടണ കാണുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ അവിടെ സ്കൂളിലും സ്കൂളിൽ ഡ്രോ ചെയ്തപ്പോൾ എൻ്റെ കൈ നിങ്ങൾക്ക് ലാസ്റ്റ് കാണാമായിരുന്നു. ലാസ്റ്റ് കാണുന്ന കൈനൊക്കെ ഞാൻ മോശമായിരുന്നു. ചെറുതായിട്ടൊന്ന് വോയിസ് കവർ കട്ട് ചെയ്തു, കാരണം മമ്മി വിളിച്ചായിരുന്നു. മമ്മി ഇപ്പോൾ എക്സാം എഴുതാൻ പോയിക്കാണ്. വേഗം പ്രാർത്ഥിക്കണം ഇപ്പോൾ എക്സാം മമ്മീനെ പാസ്സാകാൻ വേണ്ടി. അപ്പം അങ്ങനെ ഞാൻ സൈഡിലൊരു മരം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം വരച്ചെടുത്ത് ഞാൻ, പക്ഷേ അതിൻ്റെ നടുക്കൊരു ചില്ല വരയ്ക്കാൻ പറഞ്ഞു, വെച്ചാൽ ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞുപോയി. ഞാൻ നേരെ കുത്തിയിട്ട് പോയി. എന്നാലും അങ്ങനെയൊക്കെ തന്നെ വരുവോളായിരുന്നു. ലാസ്റ്റ് ഞാൻ ഇച്ചിരി ചില്ല ഇട്ട് കൊടുത്തു, കാരണം അത് നീണ്ട മരം, അതിൻ്റെ പൊക്കത്താണ് ഈ തെങ്ങ് പോലെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, മാവിൻ്റെ മരം പോലെ. അങ്ങനെയാണ് ഇത് ലാസ്റ്റാണ് ഞാൻ ഇങ്ങനെ കുത്താനൊക്കെ നോക്കിയതും. ഇത് കണ്ടോ, ലാസ്റ്റ് ഞാൻ അത് വരച്ചിട്ട് പിന്നെ ഞാനത് കട്ട് ചെയ്തു, കാരണം ഒരുമാതിരി സമയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു. എൻ്റെ സൈഡിൽ എൻ്റെ ഒരുമാതിരി പൊക്കമൊക്കെ ഉണ്ട്. പിന്നെ ഇത് സ്റ്റാർസൊക്കെ കൊടുത്തിട്ട് ഫൈനൽ ലുക്ക് ഇതാണ്, മൂണൊക്കെ കൊടുത്ത് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തു, കാരണം സമയമില്ലാത്ത കാരണം. അങ്ങനെയൊക്കെ ഇതിൻ്റെ സൈഡിൽ കണ്ടോ, ഇതാണ് കൈൻ്റെ അവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ്